സ്ഥലത്തിന്റെ വില കുറഞ്ഞു എന്ന കാരണം കൊണ്ട് കൺസ്ട്രക്ഷന് വില കുറയണം എന്നുള്ളൊരു കാര്യമില്ല. ചിലപ്പോൾ വില കുറഞ്ഞ സ്ഥലത്ത് കൺസ്ട്രക്ഷൻ കോസ്റ്റ് കൂടിയേക്കാം. സാധാരണ ആൾക്കാർ കാണിക്കുന്ന ഒരു വലിയ മണ്ടത്തരം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് സ്ഥലത്തിന് വളരെ വില കുറവാണല്ലോ എന്ന് പറഞ്ഞാൽ അവരത് മേടിക്കും. സയൻറ്റിഫിക്കലി പറയാനാണെങ്കിൽ മണ്ണ് ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് സോയിൽ വീക്കാണെന്നാണെങ്കിൽ നമ്മൾ അതനുസരിച്ച് അതിൻ്റെ സൊല്യൂഷൻ എന്താണോ നമ്മൾ സൈറ്റ് ചെയ്യണം. ചിലപ്പോൾ പൈലിംഗ് ആയിരിക്കാം. പൈലിംഗ് വന്നാൽ ഓവറോൾ ബഡ്ജറ്റ് ഭയങ്കരമായിട്ട് മാറി. ഓക്കെ, അതിന് പകരം വേറെ എന്തെങ്കിലും സൊല്യൂഷൻ, ഐസൊലേറ്റഡ് ഫുട്ടിങ്ങോ റാഫ്റ്റോ എന്തെങ്കിലും ആയിക്കോട്ടെ, ഈ പറയുന്ന എന്ത് സാധനം നമ്മൾ ചെയ്യാനാണെങ്കിലും മണ്ണ് വീക്കാണെങ്കിൽ അതനുസരിച്ച് ഫൗണ്ടേഷൻ്റെ കോസ്റ്റ് കൂടും. ഫൗണ്ടേഷൻ്റെ മേളിലുള്ളതിൻ്റെ കോസ്റ്റിൽ വലിയ ഇതില്ല, പക്ഷെ ഫൗണ്ടേഷന് കോസ്റ്റ് കൂടും. ലോ ബഡ്ജറ്റ് വന്നു. കാരണം അത് ശരി ഉണ്ടാവുന്ന ഷോക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 30 ലക്ഷം രൂപയ്ക്ക് 40 ലക്ഷം രൂപയ്ക്ക് വീട് പണിയാന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഫൗണ്ടേഷന് മാത്രം 5 ലക്ഷം 6 ലക്ഷം എന്നൊക്കെ പറഞ്ഞു വരുമ്പോഴാണ് ഇതിൻ്റെ ഷോക്ക് വരുന്നത്. അപ്പോൾ അതിലേക്ക് വരരുത്. അല്ലെങ്കിൽ 10 ലക്ഷം രൂപ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ പൈലിംഗ് വന്നു കഴിഞ്ഞാൽ വീടിന്റെ ഓവറോൾ ബഡ്ജറ്റ് അല്ലേ പോകുന്നത്. സ്മാർട്ട്നെസ് എന്ന് പറയുന്നത് നിങ്ങളൊരു സ്ഥലം മേടിക്കാൻ ചെല്ലുന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത വീടുകളൊക്കെ ചെയ്തിരിക്കുന്ന ഫൗണ്ടേഷൻ മെത്തേഡ് എന്താണ്, ഒരു കരിങ്കല്ലൊക്കെ ഇട്ടാണോ, ഐസൊലേറ്റഡ് ഇട്ടാണോ, അല്ലെങ്കിൽ ഇതിന്റെ വെള്ളത്തിന്റെ ലെവൽ എന്തുണ്ട്, ഇങ്ങനെയുള്ള കുറച്ച് തൊട്ടടുത്തുള്ള കിണറൊക്കെ പോയി നോക്കിയാൽ നമുക്ക് ഏകദേശം അറിയാം മരത്തിന് എന്ത് ഉയരമുണ്ട്, അപ്പോൾ ഇത് മണ്ണിന് എന്ത് ഇതുണ്ടെന്നൊക്കെ നമുക്ക് അത്യാവശ്യം ഞങ്ങളൊക്കെ ചെയ്യുന്ന കുറച്ച് മെത്തേഡ്സ് ആണ്.